ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മഹദി, ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം ഇമ്രഅത്തുൻ സൗദ എന്നാണ്, കറുത്ത സ്ത്രീ എന്നാണ്. ഒരു അടിമ സ്ത്രീ ആയിരുന്നു, കറുത്ത സ്ത്രീ ആയിരുന്നു. അവർ മുസ്ലിമും അല്ല, മുസ്ലിമത്തല്ല, ആ മുസ്ലിമാണ്. അറേബ്യൻ ഗോത്രത്തിൽ ഒരു വീട്ടിൽ ഭൃത്യയാണ്, ജോലിക്കാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മർദിദൻ്റെ വിഷയത്തിൽ പ്രത്യേകം ഒരു വാഗ്ദാനമുണ്ട്. അതെന്താ? വല അൻസുറന്നക വലൗ ബഅദ ഹീൻ, വല അൻസുറന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും, വലൗ ബഅദ ഹീൻ, കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും. അള്ളാഹിൻ്റെ സഹായം അള്ളാഹു പ്രത്യേകിച്ച് മർദിദർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മർദിദർ അള്ളാഹിനോട് ദുആ ചെയ്താൽ, അതുകൊണ്ടാണ് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിദൻ്റെ ദുആ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞത്. മർദിദൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീലാക്കും. റസൂലുള്ളാഹി ഹദീസിൽ പ്രയോഗിച്ചിട്ടുണ്ട്, വലൗ കാന കാഫിറൻ, മർദിദൻ കാഫിറാണെങ്കിലും ശരി അല്ലാഹു ദുആ ഖബൂലാക്കും. അവിടെ ഭക്ഷണം ഹലാലായിരിക്കണം, വസ്ത്രം ഹലാലായിരിക്കണം, വാഹനം ഹലാലായിരിക്കണം, പിന്നെ പാനീയം ഹലാലായിരിക്കണം, അതൊന്നുമില്ല. മർദിദനാണോ എന്നുള്ളതാണ്, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുള്ള വിഷയമല്ല. മർദിദൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ് എന്നാണ്. ഇടതടവില്ലാതെ മാനം കയറുന്ന ദുആയാണ് മർദിദൻ്റെ ദുആ. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വിഷയത്തിൽ മർദിദൻ്റെ ദുആ വളരെ ഗൗരവപ്പെട്ട വിഷയം. ഇവിടെ ഈ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു അടിമ സ്ത്രീ, കറുത്ത സ്ത്രീയായിരുന്നു അവർ മുസ്ലിമത്തായിരുന്നില്ല. അറേബ്യൻ ഗോത്രത്തിൽ ഒരിടത്ത് അവർ ഒരു ഭൃത്യയായിരുന്നു. ആ മഹദി വലിയൊരു പരീക്ഷണത്തിന് വിധേയയായി. എന്താ പരീക്ഷണം? അവർ ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു കുട്ടിയുടെ വിശാഹ് നഷ്ടായി. വിശാഹ് എന്ന് പറഞ്ഞെങ്കിൽ അരപ്പട്ട, മാംസത്തിൻ്റെ കളറിൽ തോലിനാലുള്ള അരപ്പട്ട, അത് സ്വർണ്ണാങ്കിതായിരിക്കും, എന്നാണ് വിശാഹ് എന്ന് പറയാം. അത് നഷ്ടപ്പെട്ടപ്പോൾ ഈ സ്ത്രീയെ സ്വാഭാവികമായിട്ടും വീട്ടുകാർ തെറ്റിദ്ധരിച്ചു. അവരെ പിടികൂടി, അവരെ ചോദ്യം ചെയ്തു. ഞാൻ കുറ്റക്കാരിയല്ല, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. ദേഹപരിശോധന നടത്തി. അവരുടെ സൂക്ഷ്മ അവയവം പോലും അവരെന്ത് ചെയ്തു? പരിശോധിച്ചു, ഈ ഒരു അരപ്പട്ടയുടെ വിഷയത്തിൽ. ഹദീസിൻ്റെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ആ സ്ത്രീ പറയുന്നുണ്ട് പിൽക്കാലത്ത്, അവർ മുശ്രിക്കത്ത് ആണ്, അപ്പോൾ അവർ വിശ്വാസിയല്ല. ദഅൗതുല്ലാഹ അൻ യുബർരിഅനി, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് അള്ളാഹിനോട് ദുആ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയുന്നതാണ്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അവിടെ ദുആ ചെയ്യുകയുണ്ടായി. എന്താ സംഭവിച്ചത്? ഈ സ്ത്രീയെ ദേഹപരിശോധന നടത്തി അവരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു പരുന്ത് ആ മാർഗേണ പാറി വന്ന് അവരുടെ അടുക്കൽ ഈ വിശാഹിനെ അരപ്പട്ട കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഈ പരുന്ത് ഇത് മാംസാരെന്ന് വിചാരിച്ചിട്ട് കൊത്തിക്കൊണ്ടുപോയതാണ്. പക്ഷേ ഈ മർദിദയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിയപ്പോൾ ആ പരുന്തിനെ തിരിച്ചു പാറിച്ച് അത് അവിടെ തന്നെ കൊണ്ടുവന്നിടുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ സ്ത്രീ അത് ചൂണ്ടി പറഞ്ഞു, ഈ ഒരു സാധനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ ദേഹപരിശോധന നടത്തിയത്. എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങൾ എന്നെ കളവാക്കി. ഇനി ഞാൻ നിങ്ങളോടൊത്ത് ഇവിടെ ജോലിക്കില്ല, നിങ്ങളെന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ തൻ്റെ സ്വാതന്ത്ര്യം വാങ്ങി മോചിതയായി മദീനയെ ലക്ഷ്യമാക്കി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലെത്തിയ ആ സ്ത്രീ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടു. തൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർപ്പിച്ചത് വിശുദ്ധ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ടെൻ്റ് അവർക്ക് ഒരുക്കി, അതിലായിരുന്നു അവരെ പാർപ്പിച്ചത് എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അയൽവാസി എന്ന പോലെയായിരുന്നു ആ മഹദി മസ്ജിദുൻ നബവിയിൽ പാർത്തിരുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സന്ദർശകയായിരുന്നു. ആയിഷയുടെ തവരിയിരിക്കുന്ന സമയമൊക്കെയും അവർ പറയുമെന്നാണ്, വയൗമൽ വിശാഹി മിൻ അആജീബി റബ്ബിന, അവർ പറയുന്ന ഒരു കവിതയുടെ ഭാഗമാണ്. വിശാഹിൻ്റെ ദിനം, അഥവാ ഈ വിശാഹ് എന്ന് പറഞ്ഞാൽ അരപ്പട്ട കളഞ്ഞു പോയ ആ ദിനം റബ്ബിൻ്റെ മഹാത്ഭുതങ്ങൾ റബ്ബ് പ്രകടിപ്പിച്ച ദിവസങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അവർ പാടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അവരോട് ഒരിക്കൽ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഈ പാടുന്നത്? അപ്പോൾ അവർ തൻ്റെ കഥ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്താൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അത് അള്ളാഹു തീർപ്പാക്കി പറഞ്ഞ
ഒരു യാഥാർത്ഥ്യമാണ്. അത് ചരിത്രത്തിൽ പുലർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അതും അബലയായി, അടിമയായി, സാമൂഹ്യ ശ്രേണിയിൽ പതിതയായി ഗണിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പുലർന്നതിൻ്റെ ഉദാഹരണം ഉദൂനി അസ്തജിബ് ലക്കും, അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. പക്ഷെ പലരും അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിട്ടും തികഞ്ഞ നിരാശയിലും ഇച്ഛാഭംഗത്തിലാണ്. അടിയാൻ അള്ളാഹു പോരെ എന്ന ചോദ്യത്തിൽ അള്ളാഹു പോരാ എന്നുള്ളിടത്താണ് പലരുടെയും ദുആയും വിളിയും എത്തി നിൽക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് അഭ്യർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട വിഷയങ്ങളിൽ അടിയാറുകളെ ആശ്രയിക്കുന്ന അവസ്ഥ, അതാണ് പല മുസ്ലിമീങ്ങളുടെയും വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.